भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃ. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 623 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 54 അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭഗവാൻ രുക്മിണിയെ രാക്ഷസവിധി പ്രകാരം വിവാഹം ചെയ്ത് തന്റെ രഥത്തിൽ ദ്വാരകയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഭഗവാനെ എതിർക്കാനായിട്ടെത്തിയ ജരാസന്ധൻ തുടങ്ങിയ ദുഷ്ടരാജാക്കന്മാര്, ഗദൻ, അതേപോലെ സംഘർഷണൻ തുടങ്ങിയവരുടെ ആയുധ പ്രയോഗത്തിൽ തോറ്റുമടങ്ങി എന്ന് പറയുന്നു. അങ്ങനെയുള്ള ജരാസന്ധൻ ശിശുപാലം സമഭ്യേത്യ ഹൃദദാരമിവാതുരം നഷ്ടത്യുഷം ഗതോത്സാഹം ശുഷ്യദ്വദനം അബ്രുവൻ. ഹൃദദാരമിവ, അപഹരിക്കപ്പെട്ട ഭാര്യയോടുകൂടിയവൻ എന്നതുപോലെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും ശിശുപാലൻ മോഹിച്ചിരുന്നു രുക്മിണിയെ തന്നെ സ്വന്താക്കാൻ കഴിയുന്ന. അങ്ങനെയുള്ള ആതുരം, ദുഃഖിതനായ, നഷ്ടത്യുഷം, ശോഭ നശിച്ച, ഗതോത്സാഹം, ഉത്സാഹമില്ലാതെയായ, ശുഷ്യദ്വദനം, ശുഷ്കിച്ച മുഖത്തോടുകൂടിയ ശിശുപാലം, ശിശുപാലനെ സമഭ്യേത്യ, ശിശുപാലന്റെ അടുത്തെത്തിയിട്ട് അബ്രുവൻ എന്നാണ്. ശിശുപാലന്റെ സ്ഥിതി, തന്റെ ഭാര്യയെ മറ്റൊരാൾ അപഹരിച്ച ഒരാൾക്ക് എങ്ങനെയാ വേദന ഉണ്ടാവുക, അതേപോലെയുള്ള അവസ്ഥയാണ്. മുഖം വാടിയിരിക്കുന്നു, ഉത്സാഹമില്ല, ജീവച്ഛവം പോലെ ഒരു ദിക്കില് ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുക, കണ്ണിന്നിങ്ങനെ കണ്ണീരൊഴുകുന്നുണ്ട്. ഏതായാലും അവിടെ ആ ശിശുപാലന്റെ ദേഹത്തിനും മനസ്സിനും വാക്കിനുമുള്ള ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ജരാസന്ധൻ വിളിച്ചു, ഭോ ഭോ പുരുഷശാർദൂല, ഹേ പുരുഷശ്രേഷ്ഠ, ഇതം ദൗർമനസ്യം ത്യജ, ഈ ദൗർമനസ്യത്തെ, വിഷാദത്തെ ഉപേക്ഷിച്ചു. രാജാവേ, പ്രിയാപ്രിയയോ നിഷ്ഠാം ദേഹിഷു ന ദൃശ്യത്തെ, പ്രിയത്തിന്റെയും അപ്രിയത്തിന്റെയും സ്ഥൈര്യം ദേഹികളിൽ ഉണ്ടാവാറില്ല.
ഇവിടെ പറയാണ് ഭാര്യയെ കിട്ടണം എന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ രുക്മിണിയെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതുണ്ടായില്ല. ഈ വിഷാദം ഉപേക്ഷിക്കുക. കാരണം എല്ലാവർക്കും ചിലപ്പോൾ സുഖം ഉണ്ടാവും, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും. ഇത് ലോക സ്വഭാവമാണ്. സുഖവും ദുഃഖവും എപ്പോഴും ഒരേപോലെ ഇരിക്കുക അത് ഇല്ല. അതാ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോ നേരിട്ട ദുഃഖത്തെ കാര്യമായി കരുതരുത്. ശിശുപാലന് ജരാസന്ധന്റെ ഉപദേശം വളരെ ഗംഭീരമായിട്ടുള്ള ഉപദേശമാണ്. ജരാസന്ധൻ പിന്നീട് പറയുകയാണ്, യഥാ ദാരുമയീ യോഷി നൃത്യത്തെ കുഹകേക്ഷയാ ഏവം ഈശ്വരതന്ത്രോയമീഹതേ സുഖദുഃഖയോ. ദാരുമയീ യോഷി കുഹകേക്ഷയാ, മരം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ത്രീ രൂപം നർത്തകന്റെ ഇച്ഛയനുസരിച്ച് എങ്ങനെയാണോ നൃത്തം ചെയ്യുന്നത്, അതുപോലെ ഈശ്വരതന്ത്ര, ഈശ്വരന്റെ അധീനതയിലിരിക്കുന്ന അയം, ഈ ജീവലോകം, നമ്മൾ ഓരോരുത്തരും സുഖദുഃഖയോ ഈഹതേ, പല സുഖദുഃഖങ്ങൾ അനുഭവിക്കണമെന്ന് മാത്രം. ഈ ജീവലോകം, ഈ പ്രപഞ്ചം ഒരിക്കലും സ്വതന്ത്രമല്ല, അസ്വതന്ത്രമാണ്, പരാധീനമാണ്. ഭഗവാന്റെ ഇച്ഛ, കളിപ്പിക്കുന്നവന്റെ ഇഷ്ടപ്രകാരം മരപ്പാവ കളിക്കുന്നത് പോലെ, പാവകളിക്കാരുടെ കയ്യിലെ പാവയെ പോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ. ജീവന്റെ ജന്മാന്തര കർമ്മഫലം കൊണ്ട് ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും, അതേപോലെ തന്നെ ചിലപ്പോ സുഖവും ഉണ്ടാവും. അത് ജീവസാമർഥ്യം കൊണ്ട് സുഖമുണ്ടായതാണെങ്കിൽ ദുഃഖം എങ്ങനെയാ ഉണ്ടാവുന്നത്? നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ. അപ്പൊ സുഖവും ദുഃഖവും അത് ഈശ്വര സങ്കല്പം മാത്രമാണ്. ജീവൻ ഒരിക്കലും അതില് സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറാൻ സാധിക്കണില്ല. ഈശ്വര സങ്കല്പം മാത്രമാണ് എന്ന് മനസ്സിലാക്കൂ. ഇനി എന്റെ കഥ. ശൗരേ സപ്തദശാഹം വൈ സംയുഗാനി പരാജിത ത്രയോവിംശതിഭിഃ സൈന്യേർജിഗ്യ ഏകമഹം പരം. ഞാൻ തന്നെ, അഹം വൈ ശൗരേ ത്രയോവിംശതിഭി, ശൗരിയിൽ നിന്ന്, ആ ശ്രീകൃഷ്ണനിൽ നിന്ന്, ത്രയോവിംശതിഭി 23 സൈന്യേഹി അക്ഷൗഹിണികളോടുകൂടിയ സപ്തദശ സംയുഗാനി 17 യുദ്ധങ്ങൾ ഉണ്ടായി. പരാജിത, അതിൽ തോൽച്ചു. അതിൽ ഞാൻ തോറ്റുവെങ്കിലും ഏകം പരം അഹം ജിഗ്യെ, ഒരിക്കൽ മാത്രം ഞാൻ ജയിച്ചു എന്നാണ്. 17 തവണ ഞാൻ തോറ്റു. അങ്ങനെ 391 അക്ഷൗഹിണി സൈന്യം എനിക്ക് നഷ്ടപ്പെട്ടു. 18ാമത്തെ യുദ്ധത്തിൽ ഞാൻ ജയിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ ജയവും തോൽവിയും ഈശ്വര സങ്കല്പമാണ്, ദൈവദത്തമാണെന്ന് തിരിച്ചറിയണം. തഥാപ്യഹം ന ശോചാമി ന പ്രഹൃഷ്യാമി കർഹിച്ചിൽ. തഥാപി 17 വട്ടം തോറ്റു. അതുകൊണ്ട് അഹം ദൈവയുക്തേന കാലേന ലോകം വിദ്രാവിതം ജാനൻ, സാക്ഷാൽ ഈശ്വരനാൽ, പരമേശ്വരനാൽ പ്രേരിതമായിരിക്കുന്ന കാലം കൊണ്ട് ഈ ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്, കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കർഹിച്ചിത് ന ശോചാമി, ഒരിക്കലും ദുഃഖിക്കുന്നില്ല, ന പ്രഹൃഷ്യാമി, ഒരിക്കലും സന്തോഷിക്കുന്നില്ല. എല്ലാം ഈശ്വര സങ്കല്പമാണ്, കാലത്തിന്റെ കളികളാണ്. അത് മനസ്സിലാക്കി ഞാൻ. അതുകൊണ്ട് യുദ്ധത്തിൽ ജയിച്ചപ്പോ ഞാൻ സന്തോഷിച്ചില്ല, യുദ്ധത്തിൽ തോറ്റപ്പോ ഞാൻ ദുഃഖിച്ചതുമില്ല. അധുനാപി വയം സർവേ വീരയൂഥപയൂഥപാ പരാജിത ഭൽഗുതന്ത്രേര്യദുഭി കൃഷ്ണപാലിതൈ. നോക്കൂ, അധുനാപി, ഇപ്പോഴും വീരയൂഥപയൂഥപ, വീരന്മാരായ സൈന്യനാഥന്മാർക്ക് നാഥന്മാരായ സർവേവയം, നമ്മളെല്ലാവരും ഭൽഗുതന്ത്രൈ, വളരെ ചെറിയ സൈന്യത്തോടു കൂടിയ കൃഷ്ണപാലിതൈ, ശ്രീകൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ട യദുഭി പരാജിത, ആ യാദവന്മാരാൽ നമ്മൾ തോറ്റുപോയി. നോക്കൂ, അവരുടെ സാമർഥ്യമാണോ അത്? നമ്മുടെയിലാണ് കൂടുതൽ സൈന്യവും ശക്തിയും ഒക്കെ. പക്ഷേ നമ്മുടെ പോരായ്മയല്ല, കാലത്തിന്റെ കളികൾ കൊണ്ടാണ് നമുക്ക് തോൽവി സംഭവിച്ചത്. അത് മനസ്സിലാക്കൂ. ദീപവോ ജിഗുരധുന കാല ആത്മാനുസാരിണി തദാ വയം വിജേഷ്യാമോ യഥാ കാല പ്രദക്ഷിണ. അധുന ജിപവഃ കാലേ ആത്മാനുസാരിണി. ഇപ്പോ ശത്രുക്കൾ, ആ യാദവന്മാര്, അവർക്ക് കാലം അനുകൂലമാണ്, ജിഗ്യു, അതുകൊണ്ട് അവർ ജയിച്ചു. യഥാ കാലഹ പ്രദക്ഷിണ, എപ്പോഴാണോ കാലം നമുക്ക് അനുകൂലമാകുന്നത്
തഥാ വയം വിജയിഷ്യാമ. അപ്പൊ നമ്മള് വിജയിക്കും. കാലത്തിന്റെ കളികളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കൂ. ശക്തിയുള്ളവർ ജയിക്കുക അങ്ങനെയൊന്നുമില്ല എന്നാണ്. നമുക്കാണ് ശക്തി കൂടുതൽ. വീരയൂഥപയൂഥപാൻ, വീരന്മാരായ സൈന്യനാഥന്മാർക്കും നാഥന്മാരാണ് നമ്മള്. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? പക്ഷേ നമ്മൾ തോറ്റു. ഏവം പ്രബോധിതോ മിത്രൈശ്ചൈദ്യോഗാൽസാനുഗപുരം ഹതശേഷാ പുനസ്തേപി യയുഃ സ്വം സ്വം പുരം നൃപ. മിത്രൈ ഏവം പ്രബോധിതഃ, ഇങ്ങനെ ബന്ധുക്കളാൽ പ്രകർഷേണ ബോധിപ്പിക്കപ്പെട്ട ശിശുപാലൻ സാനുഗ അകമ്പടികളോടുകൂടി പുരം അഗ, തന്റെ ആ ചൈത്യപുരത്തിലേക്ക് അവിടേക്ക് തിരിച്ചെത്തി. പിന്നെ ഹതശേഷ, കൊല്ലപ്പെട്ടത് കഴിച്ച് ബാക്കിയുള്ള തേനൃപ അഭി, ആ രാജാക്കന്മാരും സ്വം സ്വം പുരം യയു, അവരവരുടെ ആ കൊട്ടാരത്തിലേക്ക് അവരവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചെത്തി. ശിശുപാലനെ ജരാസന്ധനും ഒക്കെ ആശ്വസിപ്പിച്ചു. ബന്ധുക്കൾ പലരും വന്ന് ആശ്വസിപ്പിച്ചു. അവരൊക്കെ തിരിച്ചുപോയി. ഇപ്പോ ശിശുപാലനും ജരാസന്ധനും അവരുടെ രാജ്യത്തേക്ക് പോയി. ശേഷിച്ച രാജാക്കന്മാരും അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോന്നു. ഈ സമയത്തോ രുക്മീതു രാക്ഷസോദ്വാഹം കൃഷ്ണദ്വിഡസഹൻ സ്വസു പൃഷ്ഠതോന്വഗമൽ കൃഷ്ണമക്ഷൗഹിണ്യാ വൃതോ ബലി. കൃഷ്ണദ്വിഡ്, ശ്രീകൃഷ്ണനോട് ദേഷ്യമുള്ള ബലി, ബലവാനായ രുക്മീതു സ്വസു രാക്ഷസോദ്വാഹം അസഹൻ, തന്റെ സഹോദരിയെ രാക്ഷസ വിവാഹത്തെ സഹിക്കാതെ അക്ഷൗഹിണ്യ, ഒരക്ഷൗഹിണി സേനയാൽ വൃതഃ, ചുറ്റപ്പെട്ടവനായി കൃഷ്ണം പൃഷ്ഠത അനുഗമൻ, ശ്രീകൃഷ്ണന്റെ പിന്നാലെ അനുഗമിച്ചു. രുക്മ്യമർഷി സുസംരബ്ധ ശൃണ്വതാം സർവഭൂഭുജാം പ്രതിജജ്ഞേ മഹാബാഹുർദംശിത സശരാസന. അമർഷി, അമർഷം സഹിക്കാനാവാതെ, സുസംരബ്ധ ഏറ്റവും ദേഷ്യം വന്ന, മഹാബാഹു നീണ്ട കൈകളോടുകൂടിയ രുക്മി, ദംശിത കവചം ധരിച്ചവനും, സശരാസന വില്ലെടുത്ത് പിടിച്ചവനുമായിട്ട് സർവഭൂഭുജാം സകല രാജാക്കന്മാരും കേൾക്കെ പ്രതിജ്ഞേ, പ്രതിജ്ഞ എടുത്തു എന്നാണ് രുക്മിയുടെ പ്രതിജ്ഞ. ഇവിടെ കവചാദികളൊക്കെ ധരിച്ച് വില്ലെടുത്ത് ആ വീര്യം കാണിച്ചുകൊണ്ട് എല്ലാവരും കേൾക്കച്ചിലെ രുക്മിണി പറഞ്ഞു, അഹത്വാ സമരേ കൃഷ്ണമപ്രത്യൂഹ്യ ച രുക്മിണിം കുണ്ടിലം ന പ്രവേക്ഷ്യാമി സത്യമേതൽ ബ്രവീമിവ. സമരേ കൃഷ്ണം അഹത്വാ, യുദ്ധത്തിൽ കൃഷ്ണനെ ഹനിക്കാതെ, രുക്മിണിം അപ്രത്യൂഹ്യ, രുക്മിണിയെ മടക്കി കൊണ്ടുവരാതെ, കുണ്ടിനം ന പ്രവേക്ഷ്യാമി, ഇനി ഈ കുണ്ടിനത്തിലേക്ക് ഞാൻ കടക്കില്ല, ഇത് സത്യം എന്ന് വാ ബ്രവീമി, നിങ്ങളോട് ഞാൻ പറയുന്നു. യുദ്ധത്തിൽ ശ്രീകൃഷ്ണനെ തോൽപ്പിച്ച് രുക്മിണിയെ തിരിച്ചു കൊണ്ടുവന്നല്ലാതെ ഇനി എന്റെ രാജ്യമായ കുണ്ടിനത്തിലേക്ക് ഞാൻ കടക്കില്ല, ഇത് സത്യം. ഇത്യുക്ത്വാരഥമാരുഹ്യ സാരഥിം പ്രാഹ സത്വരാ ചോദയാശ്വാന്യത കൃഷ്ണസ്തസ്യ മേ സംയുഗം ഭവേൽ. ഇത് പറഞ്ഞിട്ട് ഇതിയുക്ത്വാ രഥം ആരുഹ്യ, രഥത്തിൽ കയറി, സത്വരഹ ത്വരയോടുകൂടി, സാരഥിം പ്രാഹ, സാരഥിയോട് പറഞ്ഞു, കൃഷ്ണൻ യഥ, കൃഷ്ണൻ എവിടെയാണോ അവിടേക്ക്, അശ്വാൻ ചോദയ, കുതിരകളെ വളരെ വേഗത്തിൽ വിടൂ, തസ്യ മേ സംയുഗം ഭവേ, ഞാനും അവനും തമ്മിൽ യുദ്ധം വേണം. അതുകൊണ്ട് കൃഷ്ണൻ എവിടെയാണോ അവന്റെ അടുത്തേക്ക് വളരെ വേഗത്തിൽ രഥത്തെ പായിക്കൂ, കുതിരകളെ അതിവേഗത്തിൽ വിടൂ. അദ്യാഹം നിശിതൈർബാണേർ ഗോപാലസ്യ സുദുർമതേ നേഷ്യേ വീര്യമദം യേനാ സ്വസാമേ പ്രസഭം ഹൃത. അദ്യ അഹം സുദുർമതേ ഗോപാലസ്യ വീര്യമദം നിശിതൈർബാണേ നേഷ്യേ, ഞാൻ ഏറ്റവും ദുഷ്ടബുദ്ധിയായ ആ ഗോപാലന്റെ, ആ ഇടയച്ചെറുക്കന്റെ വീര്യമദത്തെ നിശിതൈർബാണേ, മൂർച്ചയുള്ള ബാണങ്ങൾ കൊണ്ട് ഇല്ലാതെയാക്കും. യേനാമേ സ്വസാ പ്രസഭം ഹൃത, ഏതൊരുവനാണോ എന്റെ സഹോദരിയെ ബലാത്കാരേണ ഹരിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണോ എന്റെ സഹോദരി ബലാത്കാരേണ ഹരിക്കപ്പെട്ടവളായി മാറിയത്, അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് കാണിക്കുന്നു. ഇവിടെ
ഗോപാലൻ ജീവരക്ഷകൻ, ഗോപാലൻ എന്നുള്ളതിന് വെറും ആ മാട്ടിടയൻ എന്നുള്ളതിനോടൊപ്പം തന്നെ ഗോപാലൻ ഭൂമിയെ രക്ഷിക്കുന്നവൻ, ജീവനെ രക്ഷിക്കുന്നവൻ. അപ്പൊ ആരുടെ പേരിൽ ബുദ്ധിയെ പ്രവേശിപ്പിക്കാൻ യോഗികൾ കൂടി പ്രയാസമാണോ അവൻ ദുർമതി. അങ്ങനെയെങ്കിൽ അവിടെ ആ താപന്യാദികളാകുന്ന ഉപനിഷത്തുകളിൽ നിശ്ചയിച്ച ഉപാസ്യനായ ശ്രീകൃഷ്ണന്റെ വീര്യാഗ്നിയിൽ എന്റെ അഹങ്കാരം ദാഹോമിക്കാൻ പോവുകയാണ്. അവനോട് നേരിട്ടാൽ എന്താവും? എന്റെ ഈ വീര്യമതം മുഴുവൻ ഇല്ലാതെയായിട്ട് തീരും. അങ്ങനെ ഉത്കടമായ ശൗര്യപരാക്രമം ഇല്ലെങ്കിൽ അവൻ എന്റെ സഹോദരിയെ കൊണ്ടുപോവോ? കൃഷ്ണന്റെ പരാക്രമം പ്രത്യക്ഷമായി കണ്ടിട്ടും എതിർക്കാൻ ഭാവിച്ച രുക്മിക്ക് സംഭവിക്കാൻ പോണത് ഇതാണ് എന്ന് ഇവിടെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥം കിട്ടുന്നു. വികദ്ധമാന കുമതീരീശ്വരസ്യ പ്രമാണവിൽ രഥേനൈകേന ഗോവിന്ദം തിഷ്ഠതിഷ്ഠേത്യഥാക്വയൽ ഈശ്വരസ്യ അപ്രമാണവിൽ. ഈശ്വരന്റെ പ്രമാണത്തെ അറിയാത്ത കുമതി വികദ്ധമാനഃ, ബുദ്ധിയില്ലാതെ അർത്ഥമില്ലാതെ എന്തൊക്കെയോ പറയുന്ന ആ രുക്മി ഏകേന രഥേന, ഒരൊറ്റ തേരോടുകൂടി തിഷ്ഠതിഷ്ഠ, നിക്ക് നിക്ക് എന്ന് നിലവിളിച്ചും കൊണ്ട് ആ ഗോവിന്ദനെ പിന്തുടർന്നു എന്നാണ്. മന്ദബുദ്ധിയാണ് രുക്മി എന്ന് പറയേണ്ടി വരും. കാരണം ശ്രീകൃഷ്ണന്റെ പ്രഭാവത്തെ അറിയണില്ല. ഒരു തേര് മാത്രമായിട്ട് എത്രയോ തേരിൽ ജരാസന്ധൻ തുടങ്ങിയ ആളുകള് യുദ്ധത്തിന് ചെന്നു. അവരെ മുഴുവൻ തോൽപ്പിക്കുക ഒരു വിഷമം ഉണ്ടായില്ല യാദവ സൈന്യത്തിന്. ഇവിടെ ഇപ്പതാ ഒറ്റ തേരിലാണ് രുക്മി പിന്നാലെ നിക്ക് നിക്ക് എന്ന് പറഞ്ഞ് പിന്നാലെ ചെല്ലുന്നത്. ധനുർവികൃഷ്യ സുദൃഢം ജഘ്നേ കൃഷ്ണം ത്രിഭിശ്ചരൈ ആഹചാത്രക്ഷണം തിഷ്ഠ യദൂനാം കുലപാംസന. യാദവന്മാരുടെ കുലത്തെ നശിപ്പിക്കുന്നവനെ ക്ഷണം അത്ര തിഷ്ഠ, കുറച്ചു നേരം അവിടെ നിൽക്കുക. ധനു സുദൃഢം വികൃഷ്യ, ആ വില്ലിനെ നല്ലപോലെ വലിച്ച് ത്രിഭിശ്വരെ 3 ബാണങ്ങൾ കൊണ്ട് കൃഷ്ണന് നേരെ അമ്പയച്ചു. വില്ല് വലിച്ചു മുറുക്കി ശ്രീകൃഷ്ണന് നേരെ എഴുതുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, യാദവന്മാരുടെ കുലത്തെ നശിപ്പിക്കുന്നവനെ, നിന്റെ സ്വഭാവം കൊണ്ട് നിക്കവിടെ, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നാണ്. കുത്രയാസി സ്വസാരമേ മുഷിത്വാ ധ്വാംക്ഷവദ്ധവി ഹരിഷേദ്യ മദം മന്ദാമായിന കൂടയോധിന മേ സ്വസാരം ഹവി ധ്വാംക്ഷവൽ മുഷിത്വ. എന്റെ സഹോദരിയെ ഒരു കാക്ക, കൃഷ്ണന്റെ നിറം തന്നെ കറുത്ത നിറാണ് അല്ലെ, കാക്ക ഹവിസ് അപഹരിക്കുന്നത് പോലെ നീ അപഹരിച്ചിട്ട് എങ്ങടാ പോണത്? കുത്ര യാസി, നീ എങ്ങോട്ട് പോണു? ബുദ്ധിയില്ലാത്തവനെ, മന്ദ കൂടയോധിന, കളവായി യുദ്ധം ചെയ്യുന്ന മായാവിയായ നിന്റെ മതത്തെ അദ്യാഹരിഷ്യേ, ഇപ്പൊ തന്നെ ഞാൻ ഇല്ലാതെയാക്കും. നീ മായായുദ്ധങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനെയൊക്കെ ഞാൻ തകർത്തെറിയും. അവിടെ നിൽക്ക നീ. യാവൻ നമേ ഹതോ ബാണൈ ശയീഥാ മുഞ്ജദാരികാം സ്മയൻ കൃഷ്ണോ ധനുച്ഛിത്വാ ഷഡ്ഭിർവിവ്യാധരുമിണം. എന്റെ ബാണങ്ങളാൽ മേ ബാണൈ ഹതഃ, കൊല്ലപ്പെട്ടവനായി, യാവത്ന ശയീഥ, വീഴുന്നതിനു മുമ്പ്, ദാരിക, കന്യകയെ, മുഞ്ച, എനിക്ക് വിട്ടുതരാ. കൃഷ്ണ സ്മയൻ, കൃഷ്ണൻ ചിരിച്ചു അത് കേട്ടപ്പോ. ധനു ഛിത്വാ, ആ വില്ലിനെ മുറിച്ച് ഷഡ്ഭി, 6 ബാണങ്ങൾ കൊണ്ട് രുക്മിയെ സ്തബ്ധനാക്കി. ഇവിടുന്ന് 3 ബാണം അങ്ങോട്ട് അയച്ചപ്പോ 6 ബാണം ഇങ്ങോട്ട് ഒരുമിച്ച് അയച്ചു. അതോടുകൂടി ആ രുക്മിയുടെ വില്ല് മുറിഞ്ഞു. രുക്മി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. അഷ്ടഭിശ്ചതുരോവാഹൻ ദ്വാഭ്യാം സൂതം ധ്വജം ത്രിഭി സജാന്യ ധനുരാദായ കൃഷ്ണം വിവ്യാധ പഞ്ചഭി. അഷ്ടഭി 8 എണ്ണം കൊണ്ട്, ചതുരഹ വാഹൻ 4 കുതിരകളെയും, ദ്വാഭ്യാം 2 എണ്ണം കൊണ്ട് സൂതം സാരഥിയെയും, ത്രിഭി 3 എണ്ണം കൊണ്ട് ധ്വജത്തെയും മുറിച്ചു. അപ്പോ രുക്മിയോ സജ, അവനും അന്യധനു, വേറൊരു വില്ലെടുത്ത് ഭഗവാന് നേരെ പഞ്ചഭി കൃഷ്ണം വിവ്യാധ, 5 എണ്ണം കൊണ്ട് ശ്രീകൃഷ്ണന് നേരെ അയച്ചു. അപ്പോ 8ഉം 2ഉം 10ഉം 3ഉം 13 അസ്ത്രങ്ങൾ അങ്ങോട്ട് അയച്ചപ്പോ രുക്മി 5 അസ്ത്രങ്ങൾ തിരിച്ചു ചെയ്തു. തൈസ്താഡിത ശരൗഘൈസ്തു ചിച്ഛേദ
ധനുരച്യുത പുനരന്യതുപാദത്താതപ്യച്ഛിനദവ്യയ. ആ ബാണങ്ങൾ കൊണ്ട് താടിക്കപ്പെട്ട അല്ലെങ്കിൽ ഭഗവാന് നേരെ വന്ന ആ അസ്ത്രങ്ങൾ ശ്രീകൃഷ്ണനോ ധനു ചിച്ഛേദ, ആ വില്ലിനെ മുറിച്ചു എന്നാണ്. ആ ശ്രീകൃഷ്ണൻ അവന്റെ രണ്ടാമതെടുത്ത വില്ലും മുറിച്ചു കളഞ്ഞു. മറ്റൊന്നെടുത്തു, അതും അവ്യയ അച്ഛനൻ, ഭഗവാൻ ആ വില്ലും മുറിച്ചു. അപ്പൊ 3 വില്ലുകളായി, 3 വില്ലും ഭഗവാൻ ഇല്ലാതെയാക്കി. പിന്നെ പരിഘം പട്ടിശം ശൂലം ചർമാസി ശക്തി തോമരൗ. പരിഘം പട്ടിശം ശൂലം പരിച വാള് ശക്തി എന്ന തോമരം. ഇങ്ങനെ ആയുധം ആദത്ത, ഏതൊക്കെ ആയുധങ്ങൾ രുക്മി എടുത്തുവോ അതിനെ മുഴുവൻ തത്സർവം സ ഹരി അച്ഛിനൽ, അതിനെ മുഴുവൻ ഭഗവാൻ ആ ശ്രീകൃഷ്ണൻ അതിനെ മുഴുവൻ മുറിച്ചു കളഞ്ഞു. തതോ രഥാദവപ്ലുത്യ ഖഡ്ഗപാണിർജിഘാംസയാ കൃഷ്ണമഭ്യദ്രവൽ ക്രുദ്ധ പതംഗമിവ പാവകം. പിന്നെ രഥത്തിൽ നിന്ന് അവപ്ലുത്യ ചാടിയിട്ട് ഖഡ്ഗപാണി വാള് കയ്യിലെടുത്ത് ജിഘാംസയ ആ ശ്രീകൃഷ്ണനെ കൊല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രുദ്ധ ക്രോധിച്ച് പതംഗ പാവകം ഇവ, ഒരു ഇയാമ്പാറ്റ തീയിലേക്ക് എടുത്ത് ചാടുന്നത് പോലെ കൃഷ്ണം അഭ്യദ്രവൽ ആ ശ്രീകൃഷ്ണന്റെ നേരെ പാഞ്ഞെടുത്തു എന്നാണ്. തസ്യ ചാപതത ഖഡ്ഗം തിലശശ്ചർമ്മചേഷുഭി ഛിത്വാസിമാദദേ തിക്മം രുക്മിണം ഹന്തുമുദ്യത ആപതതഃ തസ്യ ഖഡ്ഗം. തന്റെ നേർക്ക് ചാടി വരുന്ന അവന്റെ വാളിനെയും ചർമ്മച പരിചയെയും ഇഷുഭി ബാണങ്ങൾ കൊണ്ട് തിലശ തിലത്തോളമാക്കി, അങ്ങനെ പൊടി പൊടിയാക്കി എന്നാണ്. അവിടെ ആ എള്ളുപോലെ തകർത്തെറിഞ്ഞു മുറിച്ചിട്ട് രുക്മിണം ഹന്തു, രുക്മിയെ കൊല്ലാനായി ഉദ്യത ഉത്സാഹിച്ചുകൊണ്ട് തിക്മം അസീം ആദതേ, അതിതീവ്രമായ മൂർച്ചയുള്ള ഒരു വാള് ഭഗവാൻ അങ്ങോട്ട് എടുത്തു. ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുക്മിണീ ഭയവിഹ്വല പതിത്വാ പാദയോർഭർത്തുരുവാച കരുണം സതി. ഭയവിഹ്വല, പേടിച്ച രുക്മിണി, ഭ്രാതൃവധോദ്യോഗം, തന്റെ ഏട്ടനെ കൊല്ലാൻ പോവുകയാണ് എന്ന് ദൃഷ്ട്വാ കണ്ടിട്ട്, സതി സന്മനസ്ഥിതിയുള്ള പതിവ്രതയായ ആ പെൺകുട്ടി രുക്മിണി ഭർത്തു പാദയോ പതിത്വാ കരുണം ഉവാച, തന്റെ ഭർത്താവിന്റെ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ വീണ് കരഞ്ഞുകൊണ്ട് അവിടെ ദുഃഖത്തോടുകൂടി ഭഗവാനോട് പറയുന്നു, യോഗേശ്വരാ പ്രമേയാത്മൻ ദേവദേവ ജഗത്പതേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ. യോഗേശ്വര, അപ്രമേയാത്മൻ, യോഗങ്ങളുടെ ഈശ്വരനായ, ഗണിക്കാൻ കഴിയാത്ത അപ്രമേയമായ സ്വരൂപങ്ങളോടുകൂടിയവനെ, ദേവദേവ, ദേവന്മാർക്കും ദേവനായവനെ, ജഗത്പതേ, ലോകനാഥ, കല്യാണ, മംഗളസ്വരൂപ, മഹാഭുജ, മഹാബാഹുക്കളുള്ളവനെ, മേ ഭ്രാതരം ഹന്തും ന അർഹസി, എന്റെ ഏട്ടനെ അങ്ങ് ഒരിക്കലും കൊല്ലരുത്. അങ്ങക്ക് യോഗ്യമല്ല ആ പ്രവൃത്തി. കാരണം അങ്ങയുടെ വൈഭവം എന്റെ ഏട്ടനെ അറിയണില്ല. അതുകൊണ്ടാണ് അങ്ങയുടെ നേർക്ക് വന്നത്. എന്റെ ഏട്ടനെ കൊല്ലരുത് എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോഴോ ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, പയാ പരിത്രാസവികമ്പിതാംഗയാ ശുചാവശുഷ്യന്മുഖരുദ്ധകണ്ഠയാ കാദര്യവിസ്രംസിത ഹേമമാലയാ ഗിഹീതപാദ കരുണോന്യവർത്തത. പരിത്രാസവികമ്പിതാംഗയാ, ആ പേടി കൊണ്ട് അവയവങ്ങളൊക്കെ വിറയ്ക്കണു. ശുച, ദുഃഖം കൊണ്ട് അവശുഷ്യന്മുഖരുദ്ധകണ്ഠയാ, മുഖം ആകെ വാടിത്തളർന്നു. ശബ്ദം ഗദ്ഗതം വന്നു, തൊണ്ടയിടാൻ തുടങ്ങി. കാദര്യ വിസ്രംസിത ഹേമമാലയാ, ആ പാരവശ്യം കൊണ്ട് ആഭരണങ്ങളൊക്കെ അഴിഞ്ഞു വീണു. അങ്ങനെയുള്ള തയാ ഗൃഹീതപാദ, ആ രുക്മിണി പിടിച്ച കാലുകൾ, ഭഗവാന്റെ കാലുകൾ കെട്ടിപ്പിടിച്ചേക്കാണ്. അങ്ങനെയുള്ള ഭഗവാൻ കരുണ, കരുണയോടുകൂടിയ ഭഗവാൻ
ന്യവർത്തത, ആ പ്രവൃത്തിയിൽ നിന്ന് മടങ്ങി. നോക്കൂ, തളർച്ച, രുക്മിണി ആകെ തളർന്നുപോയി. അങ്ങനെ രുക്മിണി ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ഏട്ടനെ കൊല്ലരുതേന്ന് പറഞ്ഞപ്പോ ഭഗവാൻ കാരുണ്യാകുല നേത്രം, ഭഗവാന്റെ കാരുണ്യം നിറഞ്ഞ ആ കണ്ണുകൾ രുക്മിണിയെ നിന്നിങ്ങനെ നോക്കി. കരുണ വഴിയാണ് ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന്. ഇല്ല, രുക്മിണി പറഞ്ഞുകൊണ്ട് ഏട്ടനെ കൊല്ലണില്ല എന്ന് തീർച്ചപ്പെടുത്തി. ചൈലേന ബദ്ധ്വാ തമസാധുകാരിണം സശ്മശ്രുകേശം പ്രവപൻ വ്യരൂപയത് താവൻ മമർദു പരസൈന്യമദ്ഭുതം യദു പ്രവീര നളിനിം യഥാഗജ. അസാധുകാരിണം, ന്യായം ചെയ്ത അവനെ ചൈലേന, വസ്ത്രം കൊണ്ട് കെട്ടിയിട്ടിട്ട്, സശ്മശ്രുകേശം, രോമങ്ങളും മുടികളും അവിടെ ഇവിടെയൊക്കെ നിർത്തി, ബാക്കിയുള്ള ഭാഗമൊക്കെ പ്രവപൻ മുറിച്ചു കളഞ്ഞു എന്നാണ്. വ്യരൂപയ, എന്തായി, വൈരൂപ്യം വന്നു, മുടിയൊക്കെ അവിടെ എവിടെയും മടിച്ചു കളയുക അല്ലെങ്കിൽ വെട്ടിക്കളയുക. അപ്പോഴേക്കും ആശ്ചര്യമായ ആ ശത്രു സൈന്യത്തെ യദുപ്രവീര, യദുശ്രേഷ്ഠന്മാര് നളിനിം ഗജായഥ, താമര പൊയ്കയെ ആനകൾ എന്നതുപോലെ തകർത്ത് എറിഞ്ഞു എന്നും പറയുന്നു. അങ്ങനെ ആ ശത്രു സൈന്യത്തെ തോൽപ്പിച്ച് ബലരാമസ്വാമി അവിടേക്ക് എത്തിച്ചേരുന്നു. ആ ബലരാമസ്വാമിയുടെ വാക്കുകളൊക്കെയാണ് നമുക്ക് ഇനി കേൾക്കാനുള്ളത്. അതോടുകൂടി ഭഗവാന്റെ ദിവ്യമായ അവതാര രംഗത്തിലേക്കുമൊക്കെ നമുക്ക് എത്താം. അത് നാളെ ആവട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി, സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ, ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ, ശരണം മേ തവ ചരണയുഗം. മീന
മണ്ണിനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. ഓം ശാന്തി ശാന്തി ശാന്തി. 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 ഹരി ഓം.